അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഖാസിം ഇബ്നു മുഹമ്മദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയാണ്, നമ്മൾ ഒരു ദിവസം ബഹുമാനപ്പെട്ട ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഒരു യാത്ര പോവുകയാണ്. ഒരു സഫറിൽ ബഹുമാനപ്പെട്ടവരുടെ കൂടെ ഞാനുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ടവരെ അത്രമാത്രമൊന്നും എനിക്ക് അടുത്തറിയില്ല, പക്ഷേ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, വലിയൊരു മഹാനാണ്, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന മഹാനാണ്. അങ്ങനെ യാത്രയിൽ ഇങ്ങനെ കുറേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ബഹുമാനപ്പെട്ട ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിനെ വളരെ ഗൗരവത്തോടു കൂടെ ആദരവോടെയൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നുപോയി. എന്തിനായിരിക്കാം ബഹുമാനപ്പെട്ടവരെ ഇത്രമാത്രം ബഹുമാനിക്കുന്നത്? പ്രത്യേകതൊന്നും ബഹുമാനപ്പെട്ടവരെ കാണുന്നില്ലല്ലോ. നമ്മളെ പോലെ ബഹുമാനപ്പെട്ടവർ നിസ്കരിക്കുന്നു, നമ്മൾ ഖുർആൻ ഓതുന്ന പോലെ ബഹുമാനപ്പെട്ടവർ ഓതുന്നു, നമ്മൾ ചെയ്യുന്നത്രേ ബഹുമാനപ്പെട്ടവർ ചെയ്യുന്നുള്ളൂ, പ്രത്യേകമായൊരു ഒന്നും കാണുന്നില്ലല്ലോ. എൻ്റെ മനസ്സിൽ ഒരു തോന്നൽ വന്നുപോയി, എന്തിനായിരിക്കാം ബഹുമാനപ്പെട്ടവരെ ഇത്ര വലിയൊരു സ്ഥാനമൊക്കെ കൊടുക്കുന്ന ആദരിക്കുന്നത് എന്ന്. അങ്ങനെ ഒരു സംശയം എൻ്റെ കൽബിലുണ്ടായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പറയാണ്, നമ്മളും ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ആ യാത്ര മധ്യേ ഷാമിലെത്തിയപ്പോൾ അന്ന് ഒരു വീട്ടിൽ നമുക്കൊരു ഭക്ഷണം, ഒരു കൂട്ടുകാരൻ, ബഹുമാനപ്പെട്ടവരെ ഇഷ്ടപ്പെടുന്ന മുഹിബ്ബീങ്ങൾപ്പെട്ട ഒരാൾ ബഹുമാനപ്പെട്ടവരെ കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ ആ യാത്രയിലുണ്ടായിരുന്നു നമ്മളെല്ലാവരും ആ മനുഷ്യൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ഭക്ഷണത്തിന് വേണ്ടി രാത്രി സമയത്ത് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ചിന്തയുണ്ട്, എന്തിനായിരിക്കാം ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിനെ ഇത്രയെല്ലാം ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത് എന്നുള്ളൊരു സംശയം. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പറയുന്നു, ആ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ രാത്രി സമയമാണല്ലോ, അവിടെയുള്ള വിളക്ക് കെട്ടുപോയി. അങ്ങനെ കുറച്ചു സമയം വിളക്കില്ലാതെയായിപ്പോയി, ആരും ആരെ കാണാത്തൊരവസ്ഥ. അങ്ങനെ വീട്ടുകാരൻ ഉള്ളിലേക്ക് പോയി വേറൊരു വിളക്കുമായി ഇങ്ങോട്ട് വരാൻ കുറച്ച് സമയം പിടിച്ചു. അങ്ങനെ അദ്ദേഹം തിരിച്ച് വേറൊരു വിളക്കുമായി ഇങ്ങോട്ട് വരുമ്പോഴേക്ക് ഞാൻ ആ സമയത്ത്, ആ വിളക്ക് വരുന്ന ആ സമയത്ത് ഞാൻ ബഹുമാനപ്പെട്ട ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്തിലേക്കൊന്ന് നോക്കുമ്പോഴാണ് അതോടുകൂടെ എൻ്റെ സംശയമെല്ലാം നീങ്ങിപ്പോയി. ആ ബഹുമാനപ്പെട്ട ഖാസിം ഇബ്നു മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറയാണ്, ആ സമയത്ത് ഞാൻ ആ നോക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവരെ കണ്ണിൽ നിന്ന് ധാരധാരയായി വെള്ളങ്ങൾ ഇങ്ങനെ വിട്ടുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവിടുത്തെ താടിരോമത്തിലെല്ലാം അവിടെ കണ്ണീര് കൊണ്ട് നനഞ്ഞിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? ആ സമയത്ത് തന്നെ ഞാൻ വിചാരിച്ചു പോയി, അതേ ആരും അറിയാതെ ബഹുമാനപ്പെട്ടവർ ആഖിറത്തിനെ ചിന്തിച്ചുകൊണ്ട്, അല്ലാഹുവിനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ കരയുകയാണ്. അതോടുകൂടി എനിക്ക് മനസ്സിലായി, ബഹുമാനപ്പെട്ടവരുടെ ഇബാദത്തുകളെല്ലാം രഹസ്യ ജീവിതത്തിലാണ്. അല്ലാഹുവിനെ പേടിക്കുന്നതും അല്ലാഹുവിലേക്ക് ദുആ ചെയ്യുന്നതും അല്ലാഹുമായിട്ടുള്ള വലിയ ബന്ധമൊക്കെ ആ അവിടുത്തെ രഹസ്യ ജീവിതം ആരും കാണാത്ത സമയത്തൊക്കെ ബഹുമാനപ്പെട്ടവരിങ്ങനെ പൊട്ടിക്കരയുമായിരുന്നു എന്നുള്ളത് എനിക്ക് ആ സമയത്താണ് ബോധ്യപ്പെട്ടത്. അങ്ങനെ ഒരു ചെറിയ സമയത്ത് അത്ര പെട്ടെന്ന് അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് കണ്ണീരൊലിപ്പിക്കാനുള്ള സമയമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. എന്നിട്ടും അത്ര പെട്ടെന്ന് വരണമെങ്കിൽ അത് എത്ര വലിയൊരു ഈമാനും എത്ര വലിയ തഖ്വയും ആ കൽബിന്റെ പേടിയുള്ള ഉടമകൾക്ക് അത് സാധിക്കുകയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ടവർ പറയാണ്. അതോടുകൂടെ എൻ്റെ സംശയങ്ങളെല്ലാം അതോടുകൂടെ നീങ്ങിക്കിട്ടി എന്ന് പറയുന്നത് കാണാം. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, മഹാന്മാരുടെ ജീവിതം, അവരുടെ കൽബിലുള്ള പേടി, അള്ളാഹുമായിട്ടുള്ള ബന്ധം അവർ മനുഷ്യന്മാരുമായിട്ട് പ്രകടിപ്പിക്കുന്നവരല്ല. അവരും അള്ളാഹുമായിട്ടുള്ള ബന്ധം അത് വല്ലാത്തൊരു ബന്ധമാണ്, ആരും അറിയാത്തൊരു ജീവിതമാണ് എന്നും, അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ചുള്ള ജീവിതമാണ് എന്നും, കൽബിൽ അള്ളാഹ് എന്നുള്ള ചിന്ത മാത്രമായിരുന്നു അത്തരത്തിലുള്ള മഹാന്മാരുടെ ജീവിതമെന്ന് വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അത്തരത്തിലുള്ള മഹാന്മാരാണ് നമ്മുടെ മാതൃക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൽബിലും അത്തരത്തിലുള്ള ചിന്തകൾ തന്ന് അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.